ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് കോട്ടയം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള കോട്ടയം റീജിയണൽ ലബോറട്ടറിയിൽ ട്രെയിനി അനലിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത എംടെക് മൈക്രോബയോളജി അല്ലെങ്കിൽ ബിടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ MSc മൈക്രോബയോളജി അല്ലെങ്കിൽ BSc മൈക്രോബയോളജിയാണ്. ലാബ് അനാലിസിസിൽ 1 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രതിമാസ വേതനം 17,500 രൂപയാണ് ലഭിക്കുന്നത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പ്രായം 18 മുതൽ 40 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ജനുവരി 14 വൈകിട്ട് 5 മണിക്കകം അസിസ്റ്റന്റ് ഡയറക്ടർ റീജിയണൽ ഡയറി ലബോറട്ടറി ഈരേൽ കടവ് കോട്ടയം 686001 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടിക്കാഴ്ച ജനുവരി 17 രാവിലെ 11 മണിക്ക് കോട്ടയം റീജിയണൽ ഡയറി ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കൂടിക്കാഴ്ചയ്ക്ക് യോഗ്യരായവരുടെ പട്ടിക ജനുവരി 15 രാവിലെ 11 മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ഗവൺമെൻറ് ITIയിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നുണ്ട്. ജനുവരി 15 രാവിലെ 10:30 ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ BTECും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ NTC അല്ലെങ്കിൽ NIC 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സിൻ്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. ശമ്പളം 24,520 രൂപയാണ്. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ ANM പാലിയേറ്റീവ് നഴ്സിംഗ് സർട്ടിഫിക്കറ്റും കൂടാതെ കേരള കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. എറണാകുളം ജില്ലയിലുള്ള 41 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജനുവരി 14 മുൻപായിട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത സോഷ്യൽ വർക്കിൽ ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി 50 വയസ്സാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ജനുവരി 15 രാവിലെ 10 മണിക്ക് സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ വെച്ചിട്ടാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ 10 മണിക്കകം നിങ്ങളുടെ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം ഓഫീസിൽ ഹാജരാവണം. വൈകി വരുന്ന ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിൽ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 75 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നുണ്ട്. +2 പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും NMV ഡ്രൈവിംഗ് ലൈസൻസുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ എഴുതിയ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും സഹിതം നേരിട്ടോ തപാൽ മുഖേനയോ ജനുവരി 14 വൈകിട്ട് 5 മണിക്കകം പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ഗവൺമെൻറ് ITIയിൽ മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട്. ജനുവരി 14 രാവിലെ 11 മണിക്കാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. ബന്ധപ്പെട്ട ട്രേഡിൽ BTECും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ NTC അല്ലെങ്കിൽ NIC 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ HMC മുഖേന താൽക്കാലികമായി ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. ഗവൺമെൻറ് അംഗീകൃത BPT സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയായവർക്ക് ജനുവരി 15 രാവിലെ 10:30 ആശുപത്രി ഓഫീസിൽ നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മേൽവിലാസം, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ ഹാജരാക്കണം. ഇൻ്റർവ്യൂ ദിവസം രാവിലെ 10:30 ഓഫീസിൽ നിന്ന് നിർദ്ദിഷ്ട വിവരങ്ങൾ നൽകുന്നതിനുള്ള ഫോറം വാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർ സ്വീപ്പർ തസ്തികയിൽ നിലവിലുള്ള ഒരു ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 59 ദിവസത്തേക്ക് നിയമനം നടത്തുന്നുണ്ട്.
മുൻപരിചയമുള്ളവർ ജനുവരി 14 രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അസൽ തിരിച്ചറിയൽ രേഖ, വോട്ടർ ID അല്ലെങ്കിൽ ആധാറും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.